പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ CPM വിമത കൺവെൻഷൻ ജില്ലാ സെക്രട്ടറിക്കെതിരെ പ്രതിഷേധമുയർത്തിയാണ് കൺവെൻഷൻ. ജില്ലാ സെക്രട്ടറി സംഘടനാ മര്യാദ പാലിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. കൊഴിഞ്ഞാമ്പാറ ലോക്കൽ സമ്മേളനം സമീപത്ത് നടക്കുമ്പോഴാണ് വിമത കൺവെൻഷൻ നടന്നിരിക്കുന്നത്. ഗൂഗിൾ VS ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത്. ഗൂഗിൾ നേരത്തെയും ഈ പ്രദേശങ്ങളിലൊക്കെ ഇവിടെ ഇത്തരത്തിലുള്ള വിമത സ്വരങ്ങൾ ഉയർന്നതല്ലേ? എന്താണ് ഇപ്പോഴത്തെ ഈ പ്രതിഷേധം പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടാകുന്നത്? കൊഴിഞ്ഞാമ്പാറയിൽ ഇന്ന് 2 LC സമ്മേളനം നടക്കുന്നുണ്ട്. എന്താണ് 2 LC സമ്മേളനം നടക്കുന്നത്? ഒരു സ്ഥലത്ത് സുരേഷ് ബാബു അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇത് വിമത സമ്മേളനമാണെന്നാണ് പറയുന്നത്. ഒരിക്കലും ഇതൊരു വിമത സമ്മേളനമായിട്ട് ദയവായിട്ട് ആരും പറയരുത്. CPIM-ന്റെ സമ്മേളനങ്ങൾ 3 വർഷത്തിൽ ഒരു തവണയാണ് ചേരുന്നത്. സമ്മേളനങ്ങൾ ചേരുമ്പോൾ ആ സമ്മേളനങ്ങളിൽ പാലിക്കേണ്ട ചില സംഘടനാ വ്യവസ്ഥകളുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിൽ പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങൾ ചേർന്ന് ബ്രാഞ്ച് സമ്മേളനത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് ലോക്കൽ സമ്മേളനത്തിനകത്ത് പങ്കെടുക്കേണ്ടത്. ഇവിടെ 17 ബ്രാഞ്ചുകളിൽ നിന്ന് 65 പ്രതിനിധികളാണ് ലോക്കൽ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടത്. അതിലെ 11 ബ്രാഞ്ച് സെക്രട്ടറിമാർ മിനിറ്റ്സ് ബുക്കോടുകൂടി ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, തെരഞ്ഞെടുക്കപ്പെട്ട ബ്രാഞ്ചുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പാർട്ടി അംഗങ്ങൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ അവിടെ ചേരുന്നത് ജില്ലാ സെക്രട്ടറി തന്നെ ഒരു സംഘടനാ മര്യാദയും പാലിക്കാതെ, സംഘടനാ വ്യവസ്ഥയും പാലിക്കാതെ തോന്നിയതുപോലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നാളിതുവരെ പ്രവർത്തിച്ച ആളുകൾ, അതുപോലെ തന്നെ പാർട്ടി അംഗങ്ങളല്ലാത്തവർ, അനുഭാവികളായിട്ടുള്ള ആളുകൾ, മറ്റ് സ്ഥലങ്ങളിലെ പ്രവർത്തകർ, ഇവരെല്ലാം വിളിച്ചുകൂട്ടി ടാഗ് വിട്ട് ലോക്കൽ സമ്മേളനമാണ് എന്ന് പറഞ്ഞ് ഒരു സംഘടനാ വ്യവസ്ഥയും മാന്യതയും പാലിക്കാതെ നടത്തുന്ന സംഘടനാ വിരുദ്ധ സമ്മേളനമാണ് അവിടെ നടക്കുന്നത്. ഇത് ജില്ലാ സെക്രട്ടറി തന്നെ പങ്കെടുത്തുകൊണ്ടാണ് വന്ന പ്രതിനിധികളാണോ നിങ്ങൾക്ക് പ്രശ്നം? അവിടെ വന്ന പ്രതിനിധികൾ ആരും പാർട്ടി അംഗങ്ങളെ അല്ല. അത് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ള ചിത്രങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അവര് വെറുതെ ടാഗ് ഇട്ട് വരികയാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരെ വിളിച്ചിരുത്തിയിട്ടാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം നടത്തുന്നത്? യഥാർത്ഥ ഔദ്യോഗികം ഇവിടെയാണ്. അത് സംഘടനാ വിരുദ്ധ സമ്മേളനം, അനുഭാവികളെ ഉൾപ്പെടെ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരെ ഉൾപ്പെടെ വിളിച്ചു ചേർത്ത് ജില്ലാ സെക്രട്ടറി തന്നെ ഒരു സംഘടനാ മാന്യതയും പാലിക്കാതെ നടത്തുന്ന സമ്മേളനമാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, അഹങ്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും വേറൊരു രൂപമാണ്. 971 AKG മത്സരിക്കുമ്പോൾ ഈ ചിറ്റൂരിനകത്ത് വന്നപ്പോൾ AKG പറഞ്ഞു, 2 പേരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാലേ ഞാൻ നോമിനേഷൻ കൊടുക്കുള്ളൂ എന്ന് നിലപാടെടുത്ത ആളായിരുന്നു സഖാവ് AKG. മകാനായ പാവങ്ങളുടെ പടത്തലവനായിട്ടുള്ള സഖാവ് AKG. ആ AKG 2 പേരെ പുറത്താക്കി. ആ നിലപാട് ഇപ്പോൾ വേറൊരു രൂപത്തിൽ ഇവിടെ പ്രതിഫലിക്കുകയാണ്. അതിന്റെ വേറൊരു അഹങ്കാരത്തിന്റെ രൂപമാണ് ഇപ്പോൾ പാർട്ടി സഖാക്കൾ. ഞങ്ങൾ അടിമ കമ്മ്യൂണിസ്റ്റായിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചവരല്ല, ഞങ്ങൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. ഇത് വിമത സമ്മേളനമായിട്ട് കാണരുത്. സംസ്ഥാന നേതൃത്വത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സംസ്ഥാന സെക്രട്ടറിക്ക് ഉൾപ്പെടെ നേരിട്ട് പരാതികൾ അയച്ചിട്ടുണ്ട്. സംസ്ഥാന നേതൃത്വം ഈ കാര്യത്തിൽ ഇടപെടും. ഇങ്ങനെ ഈ സംഘടനാ മര്യാദയും വ്യവസ്ഥയും പാലിക്കാതെ ജില്ലാ സെക്രട്ടറി തന്നെ ഒരു സംഘടനാ മാന്യതയും പാലിക്കാതെ നടത്തുന്ന സമ്മേളനം എങ്ങനെയാണ് ഔദ്യോഗിക സമ്മേളനമായിട്ട് കണക്കാക്കാൻ വേണ്ടി പറ്റുക? ഞങ്ങൾ കമ്മ്യൂണിസ്റ്റാണ്, കമ്മ്യൂണിസ്റ്റുകാരായിട്ട് തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഈ വിഷയത്തിൽ സംസ്ഥാന നേതൃത്വത്തിനടക്കം പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. ആന്റണി ഗിർഗറിക്കൊപ്പം ഗൂഗിൾ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.